അസീം മുനീറിന്റെ വരവോടുകൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി രാജ്യം വിട്ട വാർത്ത എല്ലാ മാധ്യമങ്ങളും കൊടുത്തതാണ്. ഇപ്പോഴിതാ അസീം മുനീർ ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇമ്രാൻഖാന്റെ സഹോദരി അലീന ഖാൻ ശക്തമായിട്ടുള്ളൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സഹോദരി അലീന ഖാൻ ഇമ്രാനെ കണ്ടതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് ശക്തമായിട്ടുള്ള പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും എന്റെ സഹോദരൻ ഇമ്രാൻഖാൻ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ഇന്ത്യയിലെ ഭരണകക്ഷിയായ BJP-യുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ആഗ്രഹിക്കുന്നുവെന്നും ഇന്ത്യയുടെ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അവർ പറഞ്ഞു. വ്യാപാരവും വാണിജ്യവും വർദ്ധിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ വ്യവസായങ്ങൾ ശക്തിപ്പെടുത്താനും അദ്ദേഹം ആഗ്രഹിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിന് അതേ അഭിപ്രായമുണ്ട്. ഈ സമയത്ത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ എങ്ങനെയാണ് ഈ അഭിപ്രായത്തിൽ എത്തിയതെന്ന് ചോദിച്ചു. അസീം മുനീർ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ആണെന്ന് അലീന ഖാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. വാസ്തവത്തിൽ ഇസ്ലാം പിന്തുടരാത്ത എല്ലാവർക്കും എതിരെ യുദ്ധം ചെയ്യണമെന്ന അഭിപ്രായക്കാരനാണ് അസീം മുനീർ. അതുകൊണ്ട് അദ്ദേഹം ഇമ്രാൻഖാൻ എതിരായി. പക്ഷേ അത്തരം തീവ്ര ആശയങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. അതിനാൽ പാകിസ്ഥാൻ തന്നെ പരിഹരിക്കപ്പെടാത്ത നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരുമെന്നും അവർ പറയുന്നു. ചുരുക്കത്തിൽ ഇമ്രാൻഖാന്റെ വീക്ഷണങ്ങൾ പാകിസ്ഥാന് ദോഷകരമായി മാറുന്നുവെന്ന് വിശ്വസിക്കുന്ന പാകിസ്ഥാൻ അധികാരികൾ ഇമ്രാൻഖാനെ ജയിലിലടച്ചത് പ്രധാനമായും ഒരു കാരണം പറഞ്ഞാണ്. എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും ഈ മുൻ ക്രിക്കറ്റ് താരം ഇതുവരെ തോൽവി അറിയാത്ത തുടരുന്നുവെന്നത് നിഷേധിക്കാനാവാത്തൊരു കാര്യവുമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.